ആര്യന്റെ ചീട്ട് കീറിയിരിക്കുകയാണ്. ആര്യന്റെ എല്ലാ നിലപാടുകളും 7 നിലപാടുകളാണ് ഇന്ന് പ്രേക്ഷകരുടെ മുൻപിലും അതുപോലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് മുന്നിലും കാണിച്ചത്. അതുപോലെ തന്നെ അക്ബറിന് വീട്ടിൽ നിന്ന് കോള് വരുന്നുണ്ട്. അക്ബറിന് ഒരു സപ്പോർട്ട് കൂടുമോ ഈ ഒരു കോളിലൂടെ? അതുപോലെ നമ്മളുടെ വീട്ടിലെ പല കാര്യങ്ങളും ഇന്ന് ചർച്ച ചെയ്തു. നമ്മുടെ സരിക കെ ബി സരിക കെ ബി അല്ല, കലാഭവൻ സരിക ഔട്ടായി. നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ലാലേട്ടൻ വരികയാണ്. ലാലേട്ടൻ വന്നിട്ട് വീടിന്റെ മറ്റേ വൃത്തിയെ പറ്റിയും ഹൈജീനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കാണിക്കുന്നു. ഇന്നലത്തെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നു. നെവിൻ റേസ് ബാൻഡ് ഒളിപ്പിച്ച കേസ് കാണിക്കുന്നു. 10:45 മറ്റേ ജയിലിലുള്ളവരുടെ സമയം പറയാൻ പറയുന്നു. അവർ 10:45 എന്ന് പറഞ്ഞ് ഏകദേശം കറക്റ്റ് ആയതുകൊണ്ട് ഇവര് ജയിലിൽ ഒരു ഇളവ് കൊടുക്കുന്നു. പിന്നെ കുറെ കഴിഞ്ഞ ഒരു ഉച്ചക്ക് 6:30 മഴയായി തീർന്ന എല്ലാവരും കളിക്കുകയാണ്. അടുത്ത ദിവസം മേക്കപ്പ് ഇടുന്നു ഈ മറ്റേ സാറ്റർഡേ എപ്പിസോഡിൽ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ നടന്ന കാര്യങ്ങളും കാണിച്ചത്. പിന്നെ ആദ്യം തന്നെ ക്യാപ്റ്റനായ ആര്യനോട് ചോദിക്കേണ്ടത്, ഇന്ന് ആര്യൻ എന്ന് പറഞ്ഞാൽ ആര്യൻ എന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഒരു എന്താ പറയുക, എനിക്കത് കിട്ടുന്നില്ല. ഒരു പെട്ടുപോയല്ലോ, നാണം കെട്ടുമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു. ആര്യന് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. ഒരു അക്ഷരം മിണ്ടാൻ പറ്റാതെ എല്ലാം പലാരുടെ പറയുന്നത് കേട്ടുകൊണ്ടേ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതിൽ ഒന്നാമത്തെ കേസിനെ പറ്റി പറയുകയാണ്. ഹൈജീനെ പറ്റി ചോദിക്കുന്നു. ആര്യൻ കാണിച്ച ഒരു മറ്റേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് താടി ഒന്ന് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ യൂസ് ചെയ്യുന്ന നൈഫ് എടുത്തിട്ട് കത്തി ഉപയോഗിച്ച് യൂസ് ചെയ്തു. അതിൻ്റെ അത് കഴുകാതെ ആണോ നിങ്ങൾ കപ്പ് കേക്ക് ഒന്ന് മുറിച്ച് കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നു. വീട്ടുകാർ പറയുന്നത്, അയ്യോ നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്തതെന്ന് ചോദിക്കുന്നു. ആര്യന് ശരിക്കും പറഞ്ഞ ഉടുത്ത് കളഞ്ഞു ഇന്ന്. പക്ഷെ എനിക്കിന്ന് നെഗറ്റീവായിട്ട് തോന്നി. ലാലേട്ടൻ ആ ചെരുപ്പിന്റെ കേസ് ഒട്ടും ഇതായിട്ട് ചോദിച്ചില്ല. മേക്കേഴ്സിന്റെ പ്രശ്നം തന്നെയാണ്. സീസൺ 3 എത്ര വലിയ പ്രശ്നമായിരുന്നു. ചെരുപ്പെടുത്ത് ഇങ്ങനെ എറിഞ്ഞാനാണേ. ചെരുപ്പെടുത്ത് ഇങ്ങനെ എറിഞ്ഞാണ്. ഇത് മറ്റേത് ചെരുപ്പെടുത്ത് ഇങ്ങനെ എറിഞ്ഞിട്ടും വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടായില്ല എപ്പിസോഡിൽ, ഇന്നത്തെ ലാലേട്ടന്റെ ഒരു എപ്പിസോഡിൽ. അതെനിക്ക് മനസ്സിലാവുന്നേ ഇല്ല എന്താ സംഭവം എന്ന്. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി. കാരണം സീസൺ 3 അവർക്ക് കൊടുത്തൊരു പണിയാന്ന് വെച്ചാൽ ഇതും സീസൺ 7 കൊടുത്തെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. ഒരു ചെറിയ രീതിയിൽ ഇത് കൊടുക്കാം. പിന്നെ ട്വിസ്റ്റ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആര്യന്റെ മുടി വെട്ടുന്ന കേസില്ല, അതൊരു ട്വിസ്റ്റാണ്. നമ്മൾ അന്ന് പറഞ്ഞ അതേ ട്വിസ്റ്റ് തന്നെയാണ്. ട്വിസ്റ്റ് അല്ല, നമ്മൾ പ്രതീക്ഷിച്ച സാധനം തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ആര്യനെ എടുത്തിട്ട് ഉടുത്ത് കളയുന്നുണ്ട്. ഉടുത്ത് എന്ന് പറഞ്ഞാല് പ്രൊമോയിൽ കാണിച്ച ബിൽഡപ്പ് ഒന്നുമില്ല. പക്ഷെ ആര്യന്റെ ഇത് പോയി. ചീട്ട് കീറി എന്ന് പറഞ്ഞാൽ ആര്യന്റെ കേസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കളഞ്ഞു. ആര്യനൊന്നും വേണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നാമത്തെ കേസ് പറയാം, ഹൈജീൻ. രണ്ടാമത്തെ കേസ് നിലപാടുകൾ. 7 നിലപാടുകളാണ് കാണിച്ചത്. ആദ്യം ഞാൻ മുടി വെട്ടില്ല എന്ന് പറയുന്നത്, വീട്ടിൽ ഒരാൾ മരിച്ചാലാണ് മുടി വെട്ടുന്നത്, ഞങ്ങളുടെ റിലീജിയസ് ആയിട്ട് നമ്മുടെ ഇത് ശരിയാവുന്നില്ല. രണ്ടാമത്തെ നിലപാട് കാണിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുടി വെട്ടാം, പക്ഷെ നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ടുള്ള നിലപാടെന്ന് വെച്ചാൽ 10,000 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ തരാം. ഇതാണ് നമ്മുടെ ആര്യന്റെ നിലപാടുകൾ. ഇത് കാണിച്ചപ്പോഴത്തേക്കും ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ടുപോയി, എന്നുള്ളതായിപ്പോയി. അത്രയ്ക്കും ഇന്ന് ആര്യനെ കിട്ടാവുന്നതിനും കൂടുതൽ നാണക്കേടാണ് ഇന്ന് ആര്യന് കിട്ടിയത്. പിന്നെ ആ പെട്ടി 3 പേരുണ്ടായിരുന്നു. അനീഷം ഉണ്ടാതിരുന്നു, ഇവനിക്ക് ജ്യൂസ്, ജിസേലിനെ മുടി വെട്ടുന്ന കേസ്. അപ്പോൾ ആ പെട്ടി അവർ തുറന്നില്ല. ആ 3 പെഡസ്റ്റലിന്റെ ഫ്രണ്ടിൽ ആ പെട്ടി തുറന്നു നോക്കിയില്ല. ആ പെട്ടി തുറന്നു നോക്കാനായിട്ട് ലാലേട്ടൻ ഇന്ന് പറഞ്ഞു. അപ്പോൾ ആര്യൻ ചെയ്യാൻ പോയപ്പോ ലാലേട്ടൻ പറഞ്ഞു, ആര്യനോട് പറഞ്ഞില്ലല്ലോ ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം തുറന്നു നോക്കുന്നു. അതിൽ എഴുതിയേക്കണെന്ന് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മുടി വെട്ടേണ്ട കാര്യമില്ല എന്നായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞാണ്, നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ഇവര് ബിഗ് ബോസ് ടീമാർ ചെയ്യിപ്പിക്കില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞാണോ. അവരത് സമ്മതിച്ചിരുന്നെങ്കിൽ ഇവർ കാര്യം പോകും, സുഖമായിട്ട് കയ്യിലിരുന്നേനെ.
എന്ത് ചെയ്യാനാണ്, പോയി പെട്ടുപോയി. ഇതൊരു ട്രിക്കിയാണ്, സംഭവം ട്രിക്കിയാണ്, നമുക്ക് മനസ്സിലാവത്തില്ല. ഇത് ഇങ്ങനെ മുടി വെട്ടാൻ വേണ്ടി വന്നാൾ ഒന്നൊരു ഇതായിപ്പോയി. അതാണ് അതിപ്പോൾ നമ്മളായാലും ഇതായി പ്രശ്നമായിപ്പോയി. പക്ഷേ അവർക്ക് ചിന്തിക്കണമായിരുന്നു, ഒരു ബിഗ് ബോസിൽ ആൾക്കാർ ഇങ്ങനെ മുടി വെട്ടിപ്പിക്കുമോ എന്നൊരു ചിന്തിക്കണമായിരുന്നു. അതുപോലെ സംസാരിപ്പിക്കാതെ എങ്ങനെയാണ് ഈ ബിഗ് ബോസ് നിൽക്കുക എന്നുള്ളത് അത് ചിന്തിക്കണമായിരുന്നു. അപ്പോൾ അതൊന്നും ചിന്തിച്ചില്ല. അവരുടെ 1000 പോയിന്റ് പോവുകയും ചെയ്തു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അനീഷിനിട്ട് ഒരു ചെറിയ രീതിയിൽ കൊട്ട് കൊടുക്കുന്നുണ്ട്. അനീഷ് വേറെ ഒന്നല്ല, ഈ ആര്യന്റെ കേസ് സംസാരിക്കുമ്പോൾ അനീഷ് ലാലേട്ടാന്ന് പറയുമ്പോൾ, അനീഷ് നമ്മളോട് സംസാരിക്കുന്നത് കണ്ടില്ലേ, എന്താ നിങ്ങൾ ഇത്ര മുട്ടി നിൽക്കുന്നത്, എന്താ? എനിക്ക് അനീഷിനോട് ഇന്ന് കൊടുത്ത വഴക്ക് ഓക്കെയാണ്, നല്ലതാണ്. പക്ഷേ ആ വഴക്ക് ആര്യനോ അതുപോലെ ചെരിപ്പെടുത്തേറിന്റെ കേസിൽ ഒന്നും ഞാൻ കണ്ടില്ല. അക്ബറിനിട്ട് ഒരു ഫയർ കോഡ്, അക്ബറിന് എന്തോ പൊട്ടിച്ചു, അതാണ് എനിക്ക് വലുതായിട്ട് തോന്നി. വേറെ ഒന്നും ഉണ്ടായില്ല. ഞാൻ പറയാതെ അനീഷ് ഇങ്ങനെ കൈപൊക്കിയപ്പോൾ, എന്താണ് അനീഷ് നിങ്ങൾക്ക് മുട്ടി നിൽക്കുവാണോ പറയാൻ, എന്നാൽ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് അനീഷ് കാര്യങ്ങൾ പറയുകയാണ്. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് ആര്യനെ എടുത്തിട്ട് എന്താണ് ആ ഒരു ബാഡ് ക്ലീൻ ചെയ്തു. അതുപോലെ ഷാനവാസിനെതിരെയാണ് പറയുന്നത്. ഷാനവാസ് ഇതായിട്ട് ഇരിക്കുന്നു, ഷാനവാസ് വൃത്തിയാക്കുന്നില്ല, സരിക അത് ഓക്കെ ആക്കുന്നു, ഇതൊക്കെ തന്നെയാണ് നടന്നത് കേട്ടോ. പിന്നെ ബ്രേക്കിന് പോയപ്പോൾ അപ്പോൾ ഈ ലാലേട്ടൻ പറഞ്ഞു റേസ് ബാൻഡ് ഇന്ന് ആര്യന് റേസ് ബാൻഡ് നഷ്ടമായി. റേസ് ബാൻഡ് നെവിൻ ഒളിപ്പിച്ച് വെച്ചിരുന്നല്ലോ, അത് ലാലേട്ടൻ എടുത്തു. ആ വീട്ടിൽ കയറി വന്നിട്ട് ഈ ക്ലീനൊക്കെ ചെയ്യാൻ വന്നു ലാലേട്ടൻ. അപ്പോൾ റേസ് ബാൻഡ് വന്ന കയ്യിലെടുത്ത്, ഇത് സൂക്ഷിക്കാൻ കഴിയാത്തവരുടെ കയ്യിൽ ഇത് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ലാലേട്ടൻ പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്ക് മുതൽ ആര്യന് ഡ്രസ്സുകളൊന്നും ഉണ്ടാവത്തില്ല എന്ന് തോന്നുന്നു. അങ്ങനെ എന്താണ് ആര്യന്റെ റേസ് ബാൻഡ് നഷ്ടമായി. ആ കേസും പറഞ്ഞിട്ട് ബ്രേക്കിന് പോയി. ലാലേട്ടൻ ബ്രേക്കിന് പോയ ശേഷം എന്താണ് നെവിനോട് പറഞ്ഞു, നീ എന്തിനാണ് ഈ ഇതിന്റെ കളി ഒരുപാട് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നെവിനോട് ചെറിയ രീതിയിൽ ഫയർ ആവുന്നു. പിന്നെ അക്ബറിനാണ് ബ്രേക്കിന് അക്ബറിന് ഇത് തരാമെന്നുള്ള അക്ബറിന്റെ അഗ്രഷൻ, ദേഷ്യം. ഈ ദേഷ്യം പെടുന്നത് എന്തിനാണ്? അനീഷിനെ പില്ലോ എടുത്ത് വലിച്ചെറിയുക, അതുപോലെ ഇവളോട് അനുമോളോട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക, ഇതെല്ലാം ഈ അക്ബർ കാണിച്ചതെല്ലാം ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നു. എന്നിട്ട് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. നിങ്ങൾ അതിന് ഇത്ര ഇതാകുന്നത്, നിങ്ങൾ പോയി കൺഫെഷൻ റൂമിലേക്ക് പോകുന്ന പറഞ്ഞിട്ട് കൺഫെഷൻ റൂമിലേക്ക് അക്ബർ പോകുന്നു. വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കുന്നു. എനിക്ക് ഇന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എന്താണ് ഇത്രയും വീഡിയോ കാണിച്ചു, അക്ബറിനിട്ട് എന്താണ് ഇതാക്കി കളഞ്ഞു, ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവും. ഇന്നത്തെ എപ്പിസോഡിൽ അക്ബർ ആ ഉമ്മാന്റെ കോൾ ഇല്ലായിരുന്നെങ്കിൽ അക്ബർ നെഗറ്റീവ് ആയേനെ അല്ലേ. പക്ഷേ ആ ഉമ്മാന്റെ കോൾ വന്നതിന് ശേഷം പോസിറ്റീവായി, മോനെ നീ എന്തിനാ മോനെ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ ആ ഒരു ഉമ്മയുടെ ഒരു സംസാരം കേട്ടപ്പോൾ അക്ബറിനോടുണ്ടായിരുന്ന ദേഷ്യം കുറഞ്ഞു. ഇപ്പൊ എന്റെ ഭാഗത്താണെങ്കിൽ എനിക്കും കുറഞ്ഞു പോയി. അയ്യോ പാവം എൻ്റെ ഉമ്മ വിളിച്ചെങ്കിലും പറഞ്ഞല്ലോ എന്ന് എനിക്കൊരു സഹതാപോ എന്താ അല്ലെങ്കിൽ അക്ബറിനോടുണ്ടാവുന്ന ഒരു ദേഷ്യം അതെനിക്ക് കുറഞ്ഞു ഇന്നത്തെ എപ്പിസോഡ്. ആ ഉമ്മാന്റെ കോള് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, അയ്യോ ആ ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടമായി. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആ ഉമ്മ പറഞ്ഞപ്പോൾ സങ്കടമായി ഷോ എന്ന് പറയാം. അക്ബർ അത്രയും ഭയങ്കരമായിട്ട് കൊടുത്തിട്ട് അവസാനം ഈ ഉമ്മാന്റെ കോൾ വന്നപ്പോഴത്തേക്കും അക്ബർ ചെറിയ രീതിയിൽ പോസിറ്റീവായിട്ട് കയറി വന്നു ഇന്നത്തെ എപ്പിസോഡില്. പിന്നെ ഒനീലിന്റെയും അഭിലാഷിന്റെ വാക്കുകൾ, റെനായിട്ടുള്ള ഫൈറ്റിന്റെ കേസ് ചോദിക്കുന്നു, എന്തൊക്കെ വാക്കുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, എന്താണ് പോടാ പോടി, പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വാണിംഗ് ആണ്, നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ് ഇത്, നിങ്ങൾക്ക് തരില്ല. പിന്നെ റെനോയോട് ചോദിക്കുന്നു, വീഡിയോസ് കാണിക്കുന്നു, എന്താണ് വീഡിയോ മറ്റേ ഇത് പ്രേക്ഷകരുടെ പുറത്തു പോയിട്ട് ഇവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കാണിക്കുന്നു. പുറത്തുള്ള കുറെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയൊക്കെ ഒരു ഇത് പറയുന്നു, വീട്ടിലുള്ള ഒനീല് ഭയങ്കര മോശമാണ്, രനയോട് സംസാരം പോരായിരുന്നു എന്നുള്ള ആൾക്കാരുടെ റിവ്യൂ ഒരു കമന്റ് വീഡിയോ കാണിച്ചു. എന്നിട്ട് എന്നോട് ചോദിക്കുന്നു, രന ഒനീലിനെ തള്ളിയിരുന്നു ആ കേസൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് ലാലേട്ടൻ പ്രേക്ഷകരോട് പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചതിൽ ലാലേട്ടൻ എന്താണ് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നിട്ട് ലാലേട്ടൻ സോറി ആയിരുന്നു പ്രേക്ഷകരോട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ലാസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഒരു വാണിംഗ് തരാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പുറത്തിടാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വാണിംഗ് കൊടുക്കുന്നു. ബ്രേക്കിന് പോകുന്നു. എന്നിട്ട് എല്ലാവരും അഭിലാഷ് ഒനീലൊക്കെ വന്നിട്ട് എന്നോട് സോറി ആയിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവരിതെല്ലാം പറഞ്ഞ പ്രശ്നമൊക്കെ ഇതാക്കുമ്പോൾ അടുത്ത ആഴ്ച ഇവർ ഇനി ഓണവില്ല് കളിക്കുമോ അറിയില്ല. മനസ്സിലായാലും എല്ലാവരും അയ്യോ നമുക്കിനി മര്യാദക്ക് അടിക്കും ഒതുങ്ങി നിൽക്കാടാ, എന്തിനാ വഴക്കും മക്കാലും ഒന്നും നമുക്ക് വേണ്ട, നമുക്കിന്ന് മര്യാദക്ക് നിൽക്കാന്നുള്ള രീതിയിൽ
ഒറ്റയ്ക്ക് ഇങ്ങനെ മിണ്ടാതിരിക്കും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയാണെന്ന് എന്ത് ബിഗ് ബോസ് പിന്നെ എന്തിനാ ഓണവില്ല് കളിക്കാനാണെങ്കിൽ? സീസൺ 3 കൊണ്ടായിരിക്കും അടുത്ത ഓണവില്ല്. അടുത്തത് ആര്യന്റെ മറ്റേ ഇരട്ടത്താപ്പ് കേസാണ് കാണിക്കുന്നത്. ആര്യന്റെ ഇരട്ടത്താപ്പ് 7 നിലപാടുകൾ കാണിച്ചു ആര്യന്. എന്നിട്ട് എന്താണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് മുടിയുടെ സാധനം എടുത്തില്ല, നിങ്ങൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തു, അപ്പൊ നിങ്ങൾ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇത് എന്താണ് അതിന് പറയുന്നത്, ഇത് നമ്മൾ ട്രിമ്മർ എടുത്തിട്ട് പറയുന്നു എന്താണ്, നിങ്ങൾക്ക് ഷേവ് ചെയ്യാനാണ്, നിങ്ങൾ ഷേവ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണിക്കുകയാണ്. ആ ലെറ്റർ തന്നു വെച്ചാൽ നിങ്ങൾ മുടി വെട്ടാനുള്ള രീതിയിലാണ്. അപ്പൊ ഷേവ് ചെയ്തോ എന്ന് പറയുന്നു. അപ്പൊ പറയാണ് ബാറ്ററി വർക്ക് ചെയ്യുന്നില്ല, സാധനം വർക്ക് ചെയ്തോണ്ട് ലാലേട്ടൻ പറയണ തലമുടി വെട്ടാൻ താല്പര്യമില്ലാത്ത ആള് എന്തിനാണ് ഷേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ആര്യനിട്ട് നല്ലോണം ഒതുക്കി കളഞ്ഞു. ഇന്നത്തെ എപ്പിസോഡിൽ ആര്യനെ ചെവരയിൽ ഒട്ടിച്ച് വിട്ട്, ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് നിന്ന് ഉരുകി ആര്യൻ ഇന്നത്തെ എപ്പിസോഡില്. ഇന്നത്തെ എപ്പിസോഡ് കൂടി ആര്യന്റെ ഒരു ഇതെന്ന് വെച്ചാല് ആര്യന്റെ ഇത് പോയി എന്ത് ചെയ്യണം എന്നുള്ള രീതി ഇങ്ങനെ ആയിപ്പോയോ. മറ്റേ എനിക്ക് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്താ വെച്ചാല് സീസൺ 5 എന്താണ് അനിയൻ മിഥുന്റെ ഒരു അവസ്ഥ എനിക്കിത് കണ്ടപ്പോ തോന്നിയത്. അനിയൻ മിഥുന് എന്താണ് നടന്നത്, ഒന്നും മിണ്ടാൻ പറ്റാത്തൊരു അവസ്ഥയില്ലേ, അതാണ് എനിക്കിന്ന് ആര്യന്റെ കേസിൽ തോന്നിയത്. പിന്നെ എവിക്ഷന്റെ കാര്യങ്ങൾ, എവിക്ഷനിലെ ആൾക്കാരെ എഴുന്നേക്കാൻ പറയുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭൂമി കയ്യേറ്റത്തിന്റെ കാര്യം പറയുന്നു, അവരുടെ വീഡിയോ കാണിക്കുന്നു. അവർ അത്രയും കോമഡി ആയിട്ടാണ് ആ വീഡിയോ കാണിച്ചത്, പക്ഷെ അത്രയും സീരിയസ്നെസ് ഇല്ലാതെയാണ് അവർ ആ വീഡിയോ കാണിച്ചതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം. കാരണം അത്രയും ഫൈറ്റ് നടന്നു, അത്ര കൈയും കാലൊക്കെ പൊട്ടിച്ചിട്ടൊക്കെയാണ് ഇവര് ചെയ്തത്. അത്രയും കോമഡി ആയിട്ടാണ് ഈ സാധനത്തിനെ കാണിച്ചത്. പിന്നെ ഹോട്ട് സീറ്റിന്റെ കാര്യം പറഞ്ഞു, ഷാരികേനെയും സരികേനെയും എഴുന്നേപ്പിക്കുന്നു. ഹോട്ട് സീറ്റ് വിഷയങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ബെല്ലടിക്കുന്നു, സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുന്നു. എന്താണ് നമ്മുടെ ഷാരികയോട് സ്റ്റോർ റൂമിൽ പോവാൻ, സരികയോട് പുറത്തു പോകാൻ പറഞ്ഞു, സ്റ്റോർ റൂമിൽ പോകാൻ പറഞ്ഞു. സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു ബുക്ക് എടുക്കാൻ പോയപ്പോഴത്തേക്കും വാതിൽ അടഞ്ഞു. അപ്പൊ ജിസേലൊക്കെ ഇത് പറയുന്നുണ്ട്, ഇങ്ങനെ ആ വഴി അങ്ങ് എവിക്റ്റായി പോയേക്കാണോ. ജിസേലിന് ഈ സാധനങ്ങളൊക്കെ അറിയാം, കാരണം ജിസേൽ ബിഗ് ബോസ് ഹിന്ദിയിലുള്ളതുകൊണ്ടേ ഈ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ അറിയാം. ഇത് അതായിരിക്കും എന്നുള്ള രീതിയിൽ അറിയാം. അങ്ങനെ എന്താണ് നമ്മുടെ സരിക എവിക്റ്റ് ആവുകയാണ്. സരികേനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു, സരികയുടെ കാര്യങ്ങൾ ചോദിക്കുന്നു, അതുപോലെ തന്നെ വീഡിയോ കാണിക്കുന്നു, നേരെ വീട്ടുകാരെ കാണിക്കുന്നു. എല്ലാവരും സങ്കടം യാത്രയൊക്കെ പറയുന്നു. പിന്നെ നമ്മുടെ അപ്പാന് വന്നിട്ട് പറഞ്ഞു, നിങ്ങളാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ നിങ്ങൾ വൈഫിനെ കാണണമെന്ന്, അപ്പാനിയുടെ വൈഫിനെ പോയി കാണാൻ പോകണമെന്ന് പറഞ്ഞു. ആ കേസാണ് പറയുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാലേട്ടൻ എല്ലാവരും ഗുഡ് ബൈ പറയുന്നു. സരിക എവിക്റ്റഡ് ആയതുകൊണ്ട് ഗുഡ് ബൈ പറയുന്നു. സരിക പോയിരുന്നു, ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് അനുമോളും ഷൈത്യനോടും സംസാരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, അപ്പാനി ശരത്ത് പറഞ്ഞ് നിങ്ങൾ ഔട്ടാണെങ്കിൽ പോയി, അതിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ സരികയാണ് ആദ്യം ഔട്ടാവുന്നതെന്ന് അപ്പാനിക്ക് അറിയാം. പക്ഷെ ശരിക്കും പറഞ്ഞാല് നമ്മളിൽ ആരാണ് ആദ്യം പോകുന്നത്, അവര് ഇപ്പോൾ ചേച്ചിയാണ് ആദ്യം പോകുന്നതെങ്കിൽ എൻ്റെ വൈഫിന് പോയി കാണണം എന്ന് അപ്പാനി പറഞ്ഞതാണ്. ആ ഒരു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഈ അനുമോൾ വിചാരിച്ചത് വേറെ രീതിയിലാണ്. പിന്നെ നാളത്തെ ഒരു പ്രൊമോ കാണിച്ച് എവിക്ഷനിലാണ്. എല്ലാവരും തലയിൽ മുട്ടത്തോടൊക്കെ ഇരിക്കുന്നത്, എന്താണെന്ന് അറിയില്ല, പുതിയ ടാസ്ക് ആയിരിക്കും, നേഴ്സറി ടാസ്ക് ഒക്കെ ആയിരിക്കും, പറയാൻ പറ്റില്ല. ഒരാൾ എവിക്റ്റഡ് ആണെന്ന് കാണിക്കുന്നു. ഷാരികയാണെന്നാണ് ഇപ്പം ഞാൻ അറിയുന്നത്, ഷാരിക തന്നെയാണ്. പക്ഷെ ഷാരികയെക്കാളും ഒരു ഇത് എനിക്ക് തോന്നി ശൈത്യ പോകണമെന്നായിരുന്നു. ശൈത്യ പോയാൽ മതിയായിരുന്നു. കാരണം ഷാരികയെക്കാളും കുറച്ചും കൂടി പിന്നോട്ടായിരുന്നു നമ്മുടെ ശൈത്യ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശൈത്യ വെച്ച് നോക്കുമ്പോൾ ഷാരിക ഭയങ്കര ബെറ്ററാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷാരിക പോകണ്ടായിരുന്നു. ഷാരികയാണ് പക്ഷേ വിക്റ്റ് ആയത് 100% കൺഫേംഡ് ആണ്. വൈൽഡ് കാർഡ്സിന് കുറച്ച് അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട്. 7 വൈൽഡ് കാർഡാണെന്നൊക്കെ കേൾക്കുന്നു, അറിയത്തില്ല. പ്രതീക്ഷിക്കാത്ത കുറച്ച് സെലിബ്രിറ്റീസും വരുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയുള്ള കഴിഞ്ഞ എപ്പിസോഡിന്റെ റിവ്യൂ കഴിഞ്ഞു. നാളെ ചിലപ്പോൾ ഒരു പ്രൊമോ വന്നിട്ട് ആ പ്രൊമോയെ പറ്റി നമുക്ക് വിശദീകരിച്ച് സംസാരിക്കാം. എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച ചിലപ്പോൾ ഒരു ഓണം ഡേ ആയിരിക്കും, കാരണം ഫുൾ ഓണം ആയിരിക്കും. സെപ്റ്റംബർ ഫുൾ അടുത്ത ആഴ്ച മൊത്തം ചിലപ്പോൾ ഒരു ഓക്കെ ഡേ ആയിരിക്കും. കാരണം ഓണമൊക്കെ വരെയല്ലേ, ചിലപ്പോൾ ഒരു ഓണത്തിന് ഒരു നല്ല അടിപൊളി വൈൽഡ് കാർഡ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഓണം ടൈമിൽ, നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും.